ഹായ് ആൾ 2025 കീം എക്സാമിന് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചോദ്യം ദ വർക്ക് ഡൺ ഇൻ സ്പ്ലിറ്റിംഗ് എ സ്ഫെറിക്കൽ ലിക്വിഡ് ഡ്രോപ്പ് ഓഫ് റേഡിയസ് എ into 8 liquid droplets of the same size, the surface tension of the liquid is given by S. ഇതേപോലത്തെ ചോദ്യങ്ങൾ നോർമലി നമ്മൾ കീം എക്സാമിന് സാധാരണ കാണുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു കോമൺ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചോദ്യത്തിൽ അവർ പറയുന്ന കാര്യം, ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഉണ്ട്. ആ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ റേഡിയസ് എന്താണ്? എ ആണ്. ഓക്കെ, ആ ലിക്വിഡ് ഡ്രോപ്പിൻ്റെ റേഡിയസ് എ ആണ്. ഈ ലിക്വിഡ് ഡ്രോപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 8 ചെറിയ ലിക്വിഡ് ഡ്രോപ്പായിട്ട് മാറി. അതിന് നമ്മൾ ചെയ്യേണ്ട വർക്കാണ് അവർ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ 8 ഡ്രോപ്പുകളായിട്ട് മാറി. അതിന് നമ്മൾ ചെയ്യേണ്ട വർക്ക്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യാൻ നിങ്ങൾ 2 കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിയണം. ആ 2 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ആ 2 കാര്യങ്ങൾ എന്നറിയോ? ഒന്നാമത്തത് സർഫസ് ടെൻഷൻ്റെ ഫോർമുല. വി നോ ദാറ്റ് സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഏരിയ. ഈ ഒരു ഫോർമുല നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ഫോർമുല വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഏരിയ. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വലിയൊരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതേപോലെ കുറേ ചെറിയ ഡ്രോപ്സ് ഉണ്ട്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ഡ്രോപ്പ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ദ റേഡിയസ് ഓഫ് ദ ബിഗ്ഗർ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു n⁻³ ഇൻറ്റു റേഡിയസ് ഓഫ് ദ സ്മോളർ വൺ. ഈ ഒരു ഫോർമുല ഫ്ലൂയിഡ് മെക്കാനിക്സിൽ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ, അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 ഡാറ്റ അറിയുന്നുണ്ടെങ്കിൽ വളരെ സിംപിളറായിട്ട് നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ റേഡിയസ് ഓഫ് ദ ബിഗ്ഗർ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു n⁻³ ഇൻറ്റു റേഡിയസ് ഓഫ് ദ സ്മോളർ ഡ്രോപ്പ്. അതിൽ n എന്ന് പറയുമ്പോൾ എത്ര ഡ്രോപ്പ് ഉണ്ടോ ആ ഡ്രോപ്പിൻ്റെ എണ്ണമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ നേരെ നമുക്ക് അപ്ലൈ ചെയ്യാം. വി നോ ദാറ്റ് ദ സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഏരിയ. അതിൽ വർക്കാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. അപ്പോൾ നമ്മുടെ ഒരൊറ്റ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഏരിയ കണ്ടുപിടിക്കൽ എന്നുള്ളതാണ്. കാരണം സർഫസ് ടെൻഷൻ ഓൾറെഡി അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ആകെയുള്ളൊരു ഡ്യൂട്ടി ചേഞ്ച് ഇൻ ഏരിയ കാണണം. ഓക്കെ, അപ്പോൾ ആദ്യം ഏരിയ കാണാം. അതിന് മുമ്പ് റേഡിയസ്, വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് എ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് വേണം. നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. റേഡിയസ് ഓഫ് ദ ബിഗ്ഗർ ഡ്രോപ്പ് അല്ലേ, ബിഗ്ഗർ ഡ്രോപ്പിൻ്റെ റേഡിയസിനെയാണ് അവർ സ്മോൾ ലെറ്റർ എ എന്ന് എഴുതിയിട്ടുള്ളത്. n ഡ്രോപ്പിൻ്റെ എണ്ണമാണ്. ഹിയർ വി ഹാവ് 8 ഡ്രോപ്പ്. നമുക്ക് 8 ഡ്രോപ്പ് ഉണ്ട്. ദെയർഫോർ 8⁻⁴ നമുക്ക് വേണ്ടത് എന്താണ്? റേഡിയസ് ഓഫ് ദ സ്മോളർ ഡ്രോപ്പ്. ഓർ എ ഈസ് ഈക്വൽ ടു 8⁻⁴ എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ് അല്ലേ. ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ് 2 എന്ന് പറയുന്നത്. ദെയർഫോർ 2 ഇൻറ്റു r. Therefore, the radius of the smaller drop is equal to a divided by 2. അതായത് ഈ വലിയ ഡ്രോപ്പ് കണ്ടില്ലേ, ആ വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് എ ആയിരുന്ന സമയത്ത് ഈ ഓരോ ചെറിയ ഡ്രോപ്പിൻ്റെയും റേഡിയസ് എന്താണ്? a ഡിവൈഡഡ് ബൈ 2. ഈ ഒരു ഫോർമുല ഒരുപാട് ചാപ്റ്റേഴ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ സർഫസ് ഏരിയ കാണാം. ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ 4πr² ആണ്. അപ്പോൾ ആദ്യം ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ഏരിയ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇനീഷ്യൽ ഏരിയ. ഏരിയയുടെ ഫോർമുല എന്താണ്? 4πr². 4πr², ഇത് എ എന്നായതുകൊണ്ട് a². സോ ദിസ് ഈസ് ദി ടോട്ടൽ ഇനീഷ്യൽ ഏരിയ 4πa². ആകെ ഒരു സ്ഫിയർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 4πa² എന്ന് എഴുതിയാൽ മതി. ഇതിൽ ഓരോ ചെറിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് a/2 ആണ്. ഓരോ ചെറിയ ഡ്രോപ്പിൻ്റെയും റേഡിയസ് a/2 ആണ്. സോ ദ ഫൈനൽ ഏരിയ വിൽ ബി 4πr². ഇവിടെ റേഡിയസ് a/2 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? a/2². പക്ഷേ ഇങ്ങനെ ചെയ്താലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ആണ് കിട്ടുക. ഇവിടെ അങ്ങനത്തെ എത്ര സ്ഫിയേഴ്സ് ഉണ്ട്? 8 സ്ഫിയേഴ്സ് ഉണ്ട്. ഇത് ടോട്ടൽ ഫൈനൽ ഏരിയ 4πa² എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ഫിയറിൻ്റെ ആണ് കിട്ടുക. റേഡിയസിൻ്റെ വാല്യൂ നമ്മൾ a/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇൻ ടോട്ടൽ വി ഹാവ് 8 സ്ഫിയേഴ്സ്. സോ നമുക്ക് കംപ്ലീറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 8 ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഇനീഷ്യൽ ഏരിയ കിട്ടി, ടോട്ടൽ ഫൈനൽ ഏരിയ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ഇൻ ഏരിയ. എന്ത് കേസിലും ഫിസിക്സിൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. സോ ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ. ഫൈനൽ ഏരിയയുടെ വാല്യൂ നമ്മൾ കണ്ടു 8 ഇൻറ്റു 4π ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ a² ഡിവൈഡഡ് ബൈ 4 മൈനസ് ഇനീഷ്യൽ ഏരിയ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? 4πa². ഇവിടെ നമ്മൾ കോമൺ ടേംസ് എല്ലാം പുറത്തേക്ക് എടുക്കാം. 4πa² കോമൺ ആണ്. ഇവിടെ കോമൺ അല്ലാത്തത് ഒരു 8/4 ഉണ്ട്. 8/4 2. ഇവിടെ കോമൺ അല്ലാത്തത് 1 ആണ്.
സോ ദെയർഫോർ ദ ചേഞ്ച് ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു 4πa². ഇനി നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വർക്ക് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. സർഫസ് ടെൻഷൻ ക്വസ്റ്റനിൽ എസ് എന്നാണ് അവർ പറഞ്ഞത്. ചേഞ്ച് ഇൻ ഏരിയ ഓൾറെഡി നമ്മൾ കണ്ടു. എത്രയാണ്? ചേഞ്ച് ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു 4πa². Therefore, the correct answer will be option D ആണ്. 4 into pi into s into a². ഓപ്ഷൻ D will be the correct answer. അപ്പോൾ 2025 കീമിന് ചോദിച്ചൊരു ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഒരു നല്ലൊരു ടിപ്പിക്കൽ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ എല്ലാ കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങളും വളരെ സിംപ്ലറായിട്ട് നമുക്ക് ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് നമ്മുടെ കീമിൻ്റെ എൻഡ് ഗെയിം 2.0 ബാച്ച് ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നോർമലി ഒരു 2 വർഷം മുമ്പൊക്കെ കീം മെയ് മന്തിൻ്റെ ഒരു മിഡിലൊക്കെ ആകുമ്പോഴാണ് എക്സാം നടക്കാറ്. അപ്പോൾ നോർമലി നമുക്ക് ബോർഡ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാലും അത്യാവശ്യം ടൈം കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏപ്രിൽ മന്തിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. നമ്മൾ അവസാനത്തേക്ക് ജോയിൻ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് വിലപ്പെട്ട ടൈം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെ ഭംഗിയായിട്ട് ചെയ്ത് ക്ലാസ്സിൽ പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.